ഹലോ, അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാനൊരു 2 ഇയർ ബാക്ക് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അന്നൊന്നും പിന്നെ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഇതിന് സമയം കിട്ടിയത്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം 2-3 വർഷം പഴക്കമുള്ളതാണ്. ഇന്ന് നമ്മൾ വളയനാട് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നത്. ഞങ്ങളിപ്പം വൈകുന്നേരമാണ് വന്നത്. ഇവിടെ എല്ലാ ബുധനാഴ്ചയും നൈറ്റ് ഗുരുതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഇവിടെ നടയൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഗുരുതി കൊടുക്കുന്നുണ്ടാവുക. എന്നിട്ടാണ് നമുക്ക് പ്രസാദമൊക്കെ കിട്ടുക. ഞങ്ങളിപ്പോൾ നേരത്തെ എത്തിയിരുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. പിന്നെ അവിടെ പുറത്ത് കുറേ നേരം ഞങ്ങളിരുന്നു. നൈറ്റ് ഇങ്ങനെ അമ്പലത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഗുരുതി കഴിപ്പിച്ചിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ അവിടെ വന്നിരിക്കുന്നത്. അവിടെ ഒരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു. കുറേ നേരം കിടന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് പ്രസാദം കിട്ടി. ഇവിടുന്ന് ഭയങ്കര കളിയായിരുന്നു. ഓടിക്കളിക്കുക, ഡാൻസ് കളിക്കുക, എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര കുഞ്ഞായ പോലെ തോന്നുന്നു. ഇവൻ്റെ സംസാരമൊക്കെ കേൾക്കാൻ ഭയങ്കര ചെറിയ ബേബീസ് സംസാരിക്കുന്ന പോലെ. ഇപ്പം വലിയ ആളായിപ്പോയി. വലിയ ആളായി, ഒരു ചേച്ചിയായി. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ബേബി ഉള്ള കാര്യം നമുക്ക് വന്നിട്ടില്ല, ആൾ വന്നിട്ടില്ല. ഇപ്പം വാവയായി. വാവയ്ക്ക് 6 മാസം കഴിഞ്ഞു. വേണ്ട, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് വീതിയുള്ളതുകൊണ്ട് ഇറങ്ങാനില്ല. ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ, താഴോട്ട്. ഇവു വലിപ്പം കൂടുതൽ. ചെണ്ട ഓൻ്റെ എനിക്കിവിടെ വളയനാട് അമ്പലത്തിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിവിടെ ഗുരുവായൂരും അങ്ങനെ മുത്തപ്പൻകാവ് അങ്ങനെയൊക്കെ ഓരോ അമ്പലത്തിൽ പോകുമല്ലോ ദൂരെയൊക്കെ. അവിടെയൊക്കെ പോകുന്ന പോലെ ഒരു ഫീലാണ് ഇവിടെ വരുമ്പം. ഞങ്ങൾ കുറേ നേരം ഇരുന്ന് പിന്നെ ഇവനൊക്കെ വിശപ്പും ഇതൊക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ താഴെ അമ്പലത്തിന് മുമ്പ് തന്നെ കുറച്ച് കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചായയും കാപ്പിയൊക്കെ കുടിച്ചു, ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിച്ചു. ഇവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ നല്ല മസാല ദോശ കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നാൽ ഇവിടുന്ന് മസാല ദോശയും ചായ കുടിച്ചിട്ടാണ് പോവാറ്. ഞങ്ങളിന്ന് വളരെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിക്കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളിവിടെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊഴാനായിട്ടൊക്കെ വരുമല്ലോ, അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. ഇങ്ങനെ ഗുരുതി കഴിക്കാൻ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എപ്പോഴാണ് അങ്ങനെ ടൈമും അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തിയത്. ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു ഇതിലെങ്ങനെ ഓടിക്കളിക്കാനും. ഓടിക്കളിക്കാൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെ അമ്പലത്തിന് ചുറ്റും ഇൻ്റർലോക്കൊക്കെ ഇട്ടതാണ്. അപ്പം അതിലേക്ക് ഇങ്ങനെ ഓടിക്കളിക്കാൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ഈ മലയ്ക്കൊക്കെ പോകുന്ന മാല ഇടുന്ന ആ ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് കുറേ സ്വാമിമാരുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് നൈറ്റ് ഭക്ഷണം കഴിക്കാനും പ്രസാദം വാങ്ങാനൊക്കെ ആയിട്ട്. അങ്ങനെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഗുരുതി കഴിച്ചിട്ട് ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. ഉണ്ണിയപ്പം പിന്നെ ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള അതൊക്കെ കിട്ടി. പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
അത് കച്ചറ എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ.